ഹായ്, പഴയ കാലത്തേക്ക് ഒരു സഞ്ചാരം, അതിൻ്റെ ഒപ്പം തന്നെ ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ ബാല്യകാലത്തൊക്കെ ഞാൻ വിറ്റ്നസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനുകളിൽ ഡയറക്റ്റ് ആരും ഓടി കയറാറില്ല. പകരം നാട്ടിൽ അത്യാവശ്യം പ്രാമാണ്യമുള്ള ഒരാളുടെ അടുത്തേക്ക് പോകും, അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉസ്താദിനെ ബേസ് ചെയ്യുക, അല്ലെങ്കിൽ ഉസ്താദിനെ വീട്ടിൽ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോയി സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് ആദ്യം ഉസ്താദ് മുഖാന്തരമാണ് വയ്ക്കുക. പള്ളി കമ്മിറ്റി ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കും. ആ തീരുമാനം സക്സസ് ആയില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ പാരലായിട്ട് ഒരു സംവിധാനം തന്നെയാണത്. തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമുദായത്തിലുള്ള അംഗങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നല്ലതാണെന്ന് ഞാൻ പറയും. എല്ലാത്തിനും ഓടി പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. സാമുദായിക നേതാക്കന്മാർ കൃത്യമായി അതിനെ വിശകലനം ചെയ്യുകയും സമത്വമായിട്ട് അതിനെ പരിഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എൻ്റെ ബാല്യകാലത്ത് ഞാൻ കണ്ടു വളർന്നത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇന്ന് വളരെ കുറവാണ്. ഇന്ന് ഉസ്താദന്മാർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിന്നാൻ വേണ്ടി മാത്രം. അത്യാവശ്യം ബാങ്ക് വിളിക്കുന്ന സമയത്തിന് എഴുന്നേറ്റ് ചെയ്യുന്നുണ്ട്, കുത്തുബ നടത്തും, വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, നിഷ്കുകളായിട്ട് ജീവിച്ചു മരിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്താന്ന് അവർക്ക് വേണ്ടത് ശമ്പളം മാത്രമാണെന്നുള്ളതല്ല, സമുദായത്തിന് വേണ്ടിയിട്ട് അവർ മുൻപോട്ട് ഒന്നും ചെയ്യുന്നില്ല. അവർ ഈ മതം പഠിപ്പിച്ചു കൊടുക്കാനാണ്. അത് അലിഫു തബാത്തായൊക്കെ പഠിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയാണ്. ആൺകുട്ടികൾക്ക് മാത്രം മതി ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നും ഒരു രീതിയുണ്ട്. ഇതൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയാനുണ്ടായ കാരണം, ജസ്ന സലീമിന്റെ വിഷയത്തിനെ പറ്റി ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഒരു മഹല്ല് കമ്മിറ്റിയുടെ അധികാരിയുടെ വോയിസ് ഉണ്ടായിരുന്നു. അത് മാറ്റണമെന്ന് ഭയങ്കരമായിട്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി വിളിച്ച് പറയുന്നുണ്ട്. എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്, നമ്മുടെ മതം വിട്ട് പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാണുന്നില്ലയോ? അത് കാരണം അതിലുള്ള പെൺകുട്ടികൾ അവഹേളിക്കപ്പെടുന്നത് അറിയുന്നില്ലയോ? മതം വിട്ട് പുറത്തു പോകാൻ നിൽക്കുന്ന മിക്ക പെൺകുട്ടികളും ചെയ്യുന്ന ആദ്യത്തെ പരിപാടി തുണി പറിച്ചെറിയുക എന്നുള്ളതാണ്. ഉദാഹരണങ്ങൾ ഇതാ കണ്ടോളൂ, കുറേ ഉണ്ട്. നമ്പൂരിയാരായും വാരസ്യാരായിട്ടൊക്കെ മാറുന്ന ഈ പെൺകുട്ടികൾ പിന്നെ കാണിക്കുന്ന തുണി പറിച്ചെറിയലുകളാണ്. ഇത്തരക്കാരെ നമ്മൾ മനസ്സിലാക്കി അവർ മതത്തിലില്ല എന്നും അവർ ആ പേരുകൾ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് വിളിച്ചു പറയാനുള്ള ഗട്ട്സ് മഹല്ല് കമ്മിറ്റിക്കാർ കാണിക്കാത്തിടത്തോളം ഇതുമൂലം അപമാനിക്കപ്പെടുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ തന്നെയായിരിക്കും. കാരണം അവർ പീഡിതരാണ്. അവരുടെ പീഡനങ്ങൾ, അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന രീതികൾ, ആ രീതികളിൽ നിന്ന് ഞങ്ങൾ മുക്തരാണ് എന്ന് കാണിക്കാനാണ് സ്വയം തുണി പറിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഈ കോപ്രായങ്ങൾ. ഇത് ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. ജസ്ലാം ആടശ്ശേരി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരും സ്വാതന്ത്ര്യത്തിന്റെ മറ്റേ വശം ഇതാണെന്നാണ് അവർ കരുതുന്നത്. സ്വാതന്ത്ര്യം വേണ്ടത് നമ്മളുടെ വീടുകളിൽ നിന്നാണെങ്കിൽ വീട്ടുകാരോട് സംവദിക്കാനുള്ള ധൈര്യം ഉണ്ടാകണം. അങ്ങനെ സ്വാതന്ത്ര്യ നിഷേധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ശരിയായ രീതിയിൽ മഹല്ലുകളിൽ ഇൻഫർമേഷൻ പെണ്ണുങ്ങൾക്ക് തന്നെ കൊടുക്കാം. അതിന് ശരിയായ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, കോടതികളിലേക്ക് പോകാം എന്നുള്ളതാണ്. അതിന് പകരം വാശിക്ക് വാശി തുണി പറിച്ചെറിയുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഹസ്ബൻഡുമായി ശയിക്കുന്ന സമയത്ത് ശാരീരികമായി ഞാൻ സന്തുഷ്ടയല്ല എന്ന് അദ്ദേഹത്തിനോട് പറയുന്നതിന് പകരം വേറൊരുത്തിനോട് പോയി സെക്സ് ചെയ്യുന്നതാണോ വഴി? ഇത് അതുപോലെ ഒരു വഴിയാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾക്കത് തുറന്നു പറയാനുള്ള ഇതുണ്ടാകണം. അത് നിങ്ങൾക്ക് ഇല്ലാത്തതിന് നിങ്ങൾ ആ വിവാഹ ബന്ധത്തിനെ തന്നെ കളിയാക്കിക്കൊണ്ടും വിവാഹം എന്നാൽ ഇതാണ്, അടിമത്തമാണ്, എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയി വേറൊരുത്തൻ്റെ കൂടെ തൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണോ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? സെയിം അത് തന്നെയാണ്. അത് ഇതിനേക്കാൾ യോഗ്യമായ ഒരു എന്താ പറയണേ, ഇതിനെ ഈക്വാലൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം പറയാൻ എനിക്ക് അറിയത്തില്ല. പെൺകുട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അത്യാവശ്യം നമ്മൾ മറക്കേണ്ടതൊക്കെ മറച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ആഭാസമായി വസ്ത്രം ധരിച്ചുകൊണ്ട് കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് അക്സെപ്റ്റൻസ് കൂടുതലുണ്ടാവും തെറ്റിദ്ധരിക്കുന്നതാണ്. ഗായത്രി എന്ന് പറഞ്ഞൊരു കുട്ടി യൂട്യൂബിൽ തന്നെയുണ്ട്, നല്ല കോമഡിയൊക്കെ ചെയ്യുന്ന കുട്ടി. ആ കുട്ടിയുടെ വസ്ത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ആ കുട്ടിയുടെ വസ്ത്രധാരണം? ശരീരത്തിൻ്റെ ഒരു പൊട്ടുപൊടി പോലും പുറത്ത് കാണാൻ പറ്റത്തില്ല. ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ള കുട്ടിയാണ്. അതിനെന്താ വ്യൂവർഷിപ്പ് എന്നറിയോ? അത് എന്താണോ അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആളുകളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്നു. അവിടെ തുണി പറിച്ച് കാണിക്കേണ്ട ഒരു കാര്യമില്ല. നീള നമ്പ്യാർ എന്താണ് ചെയ്യുന്നത്? കുക്കിംഗ് വീഡിയോസ് ആണ്. എന്തുകൊണ്ടാണ് അവർക്ക് വ്യൂ കൂടുതൽ? അത് കാണിക്കേണ്ടതിൽ കൂടുതൽ സാധനങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഏതാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. പേര് മാറ്റി നിള നമ്പ്യാരെന്ന് വെച്ചിട്ട് ഈ പോക്കർത്തരം കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഇപ്പം എല്ലാവർക്കും അറിയാതെ എന്താണെന്നുള്ളത്. നമ്പ്യാർ എന്നെ ഭയങ്കര ദേഷ്യവും വന്നിട്ടുണ്ടായിരുന്നു. നിള നമ്പ്യാർ എന്നുള്ള പേര് മാറ്റണം, നമ്പ്യാർ സമുദായത്തിനെ കുഴപ്പമാണ്. അപ്പം അയാൾക്കത് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ടില്ല? രഹന ഫാത്തിമ കാണിക്കുന്ന ഈ പേക്കൂത്തിനെതിരെ ആർക്കെങ്കിലും ശബ്ദിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ശബരിമലയിൽ പോയി കയറിയത് രഹന ഫാത്തിമയാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ അത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെണ്ണ് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന രീതിയിലൊക്കെ പ്രചരണം നടത്തുമ്പോഴും എന്തുകൊണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മഹല്ല് കമ്മിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ പുറത്തേക്ക് വന്ന് ഈ വിവരം പുറത്ത് പ്രസിദ്ധപ്പെടുത്തിയില്ല? നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പോയി ടീച്ചറുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ടീച്ചറുടെ വിവരങ്ങൾ മഹല്ല് കമ്മിറ്റിക്കാർ കൃത്യമായി എനിക്ക് പകർന്നു തന്നു എങ്കിൽ പോലും
പുറത്തേക്ക് പറയാൻ അവർക്ക് മടിയാണ്. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങളുടെ മതമാണ്. നിങ്ങളുടെ മതത്തിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള എല്ലാ അധികാരമുണ്ട്. മതം അനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ്സ് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിറ്റിക്ക് ഒരു യൂണിറ്റി ഉണ്ടാകും. ആ യൂണിറ്റിക്ക് ഒരു നേതാവും ഉണ്ടാകും. ആ നേതാവ് തന്നെയായിരിക്കും അതിനെ ശരിക്കും പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരീക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. നമ്മുടെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ പറയാൻ നമുക്കൊരു നേതാവ് അനിവാര്യം തന്നെയാണ്. അങ്ങനെ ഒരാളെ തന്നെയാണ് നമ്മൾ ഇതുപോലെ മഹല്ല് കമ്മിറ്റി നേതാക്കന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് പറയാൻ സാധിക്കണം. നമ്മളാൽ നിയോഗിക്കപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മളുടെ പ്രോബ്ലംസ് മാതൃകാപരമായി സമത്വപരമായി പരിഹരിക്കാനും കഴിയുന്ന ആൾക്കാരായിരിക്കണം അവിടെ ഇരുത്തേണ്ടത്. എല്ലാ വർഷവും അതിൽ ചേഞ്ചസ് ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പുട്ടടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കമ്മിറ്റിയായിട്ട് അതിനെ അങ്ങനെ വെച്ചിരിക്കാതെ പകരം അത് പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, സാമുദായികപരമായിട്ടെങ്കിലും ആളുകൾക്ക് അത് പ്രയോജനപ്രദമാക്കുന്ന രീതിയിൽ, ഉപകരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ ജസ്ന സലീമിനെ മതത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ള രീതിയിലാണ് ഒരു പ്രചരണം നടക്കുന്നത്. മതത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്നുള്ള മഹല്ല് കമ്മിറ്റിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല. പക്ഷെ ആ പ്രസ്തുത മഹല്ലിൽ നിന്ന് അവളെ നീക്കി നിർത്തുന്നു എന്ന് പറയാൻ മഹല്ല് കമ്മിറ്റിക്കാർക്ക് പറ്റും. മതത്തിൽ നിന്ന് ഒരാൾക്കും പുറത്താക്കാൻ ഒക്കത്തില്ല. ഒരാൾ മതമില്ലാതെ ജീവിക്കുകയോ മതത്തോടെ ജീവിക്കുകയോ ആ പേര് വെച്ച് ജീവിക്കുകയോ അതൊക്കെ അവരുടെ താല്പര്യമാണ്. അതിനകത്തൊന്നും നമുക്ക് ഇടപെടാൻ ഒക്കത്തില്ല. പക്ഷെ ഇന്ന വീട്ടിൽ നിന്ന് നമുക്ക് ഇറക്കി വിടാം. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ഭദ്രത ഉണ്ടാവും, കുടുംബത്തിൽ ഒരു റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത് കുടുംബത്തിന്റെ പുറത്ത്, പുകഞ്ഞ പുള്ളി പുറത്തൊന്നും കേട്ടിട്ടില്ലേ? അത് പറയാനുള്ള ഉത്തരവാദിത്തം കുടുംബനാഥൻ ഉണ്ടാകും. കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഞങ്ങൾ ജീവിക്കുന്ന ചട്ടവട്ടങ്ങൾക്കൊപ്പം ജീവിക്കാൻ സാധിക്കാത്തവർ ഇവിടെ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റും. അത് എല്ലായിടത്തും പ്രാവർത്തികമാണ്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഹോസ്റ്റലുകളിൽ ലേറ്റായിട്ട് വരുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവിടെ പറ്റത്തില്ല എന്ന് ഹോസ്റ്റലിലുള്ള മറ്റു കുട്ടികൾ പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ വാർഡന് അവളെ പിടിച്ച് പുറത്താക്കാനുള്ള ഉണ്ടോ? സ്കൂളുകളിൽ കഞ്ചാവും ഇതും അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പയ്യൻ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ മറ്റ് മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ വിടാൻ പറ്റില്ല, അവനെ നീക്കി നിർത്താത്തിടത്തോളം ഞങ്ങളുടെ കുട്ടികളെ വിടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനേജ്മെന്റ് നിർബന്ധപൂർവ്വം കഞ്ചാവ് അടിക്കുന്നവനെ പിടിച്ച് പുറത്താക്കും. അങ്ങനെയുണ്ടോ? ഉണ്ട് എങ്കിൽ അതേ നിയമം മഹല്ല് കമ്മിറ്റികൾക്കും ബാധകമാണ്. മഹല്ല് കമ്മിറ്റികൾ ആക്റ്റീവ് ആവുക മാത്രമല്ല, ഐക്യകണ്ഠേന ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ് പറയുന്നത്. ചില പാത്തുകൾ നമ്മൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ശത്രുക്കൾ അധികമാണ്. എന്നെ ഇകഴ്ത്താനും ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പറ്റം പെണ്ണുങ്ങൾ തന്നെ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും ചാടി കുത്തി അപ്പുറത്ത് പോയിട്ട് വ്യഭിചരിക്കാൻ പറ്റും എന്നുള്ള ഒരു ടേമിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് എൻ്റെ ശത്രുക്കൾ എന്നുള്ളതും കൂടെ മറന്നു പോകരുത്. എനിക്ക് പറയുന്ന ലിമിറ്റേഷൻസും എന്നെ കാണുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള ഉസ്താക്കന്മാരായാലും അല്ലെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്ന മനുഷ്യരാണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ത്രൂ മതത്തിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന പെൺകുട്ടികളുടെ മഹല്ല് കമ്മിറ്റിക്കാർ കർശനമായിട്ട് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മതബോധം അവരിൽ വളർത്തി കൊടുക്കുക ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഈ മതത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ തോന്നിവാസങ്ങൾ അനുവദനീയമല്ല എന്ന് പറയുന്നതിൽ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രശ്നക്കാരാണ്, മതത്തിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ ആയിരിക്കും എച്ചുകൾ പറയുന്നത്. അതിനുള്ള മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്കറിയാം അതിനെങ്ങനെ പറയണം. അതെ, ഒരു കുടുംബത്തിൽ മര്യാദപൂർവ്വമായി ജീവിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ പുറത്താക്കാനുള്ള റൈറ്റ്സ് കുടുംബനാഥനുണ്ടെങ്കിൽ, ഒരു സ്കൂളിനുണ്ടെങ്കിൽ, ഹോസ്റ്റലിനുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ അധികാരം പറയുമ്പോൾ പോലീസിലാണെങ്കിലും നടപടികൾ ഉണ്ടാവും. മോശപ്പെടുത്തി പോലീസ് അധികാരികളെ, ഹയർ അതോറിറ്റികളെ മോശപ്പെടുത്തിക്കൊണ്ടൊരു താഴ്ന്ന ആൾ പറഞ്ഞാൽ അവരെ പിടിച്ച് പുറത്താക്കാനുള്ള നിയമം അതിനകത്തുമുണ്ട്. എവരിവെയർ അതുണ്ട്. അത് നമുക്കുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ധൈര്യസമേതം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഈസി ആയിട്ട് വന്ന് ചാടാൻ ഈയാമ്പാറ്റകളെ പോലെ നിൽക്കുന്ന ഈ പെൺകുട്ടികളാണ്. ഒൺസ് അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവർ നശിപ്പിക്കപ്പെടും, വല്ലാണ്ട് ഹറാസ് ചെയ്യപ്പെടും. പിന്നെ അവർക്ക് തിരിച്ചു വരിക എന്നുള്ളത് പ്രാക്ടിക്കലേ അല്ല. തിരിച്ചു വന്നാൽ പോലും ബോധനിലവാരമുള്ള, സംസാരിക്കാൻ കഴിവുള്ള, എനിക്ക് പോലും നേരിടേണ്ടി വരുന്ന ഭീകരമായ ആക്രമണമാണെങ്കിൽ ഇതിനൊന്നും പ്രാപ്തിയില്ലാത്ത, ത്രാണിയില്ലാത്ത പെൺകുട്ടികൾ എന്തൊക്കെ അനുഭവിക്കുമെന്ന് ഓർത്തു നോക്കൂ. തെറ്റുതിരുത്തി തിരിച്ചു വരാൻ തയ്യാറാകുന്നവരെ മോസ്റ്റ് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള എഫർട്ടുകളാണ്. ഞാനൊരു ഫോണിൻ പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഒത്തിരി പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെക്കും ആ നമ്പർ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, നിങ്ങൾ എവിടെയൊക്കെ പോയി ഏതൊക്കെ രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടോ മുസ്ലിം ത്രൂ അനുഭവിച്ചിട്ടുള്ളവർക്ക് ധൈര്യസമേതം അത് തുറന്നു പറയാനുള്ള ഒരു വേദി ഞാൻ ഒരുക്കി തരും. നിങ്ങളുടെ ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്യത്തില്ല. ബട്ട് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ, അത് പബ്ലിക്കിന് കൊടുത്താൽ അതൊരു നല്ല മെസ്സേജ് ആയിരിക്കും. ഇനിയുള്ള കുട്ടികൾ അതിലേക്ക് വന്ന് വീഴാതിരിക്കാനുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും. ദയവ് ചെയ്ത് ആരെങ്കിലും അങ്ങനെ എന്നോട് സംവദിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ മുൻപോട്ട് വരികയും ആ വിവരം എന്നോട് പറയുകയും ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡന്റിറ്റി ഞാൻ മറച്ചു വെക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ വിവരം നമുക്ക് പുറത്തു വിടണം. കോയാ കോളിംഗ് അപ്പുറത്ത് നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു വിവരം കൂടെ പുറത്തേക്ക് കൊടുക്കണം. അവർ ഇത്തരത്തിൽ കൂടെ കാണിക്കുന്ന ഒരു വൃത്തികേടിൽ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഇപ്പോൾ ഉള്ള റീസെന്റ് ഉദാഹരണം മൻഹ വ്ളോഗ് എന്ന് പറയുന്ന മുംതാസ് തന്നെയാണ്.
പുള്ളിക്കാരത്തിയെ പയ്യെ പയ്യെ കോയ കാളിങ്ങിലേക്ക് വിളിക്കുന്നു, ദെൻ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, ദെൻ പുള്ളിക്കാരത്തി അവരുടെ ലൈനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. സമയോചിതമായി ഞങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് കുട്ടി തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന ഒരു രീതി യവന്മാർക്കുണ്ടെന്നുള്ളത് തിരിച്ചറിയുക. അങ്ങനെ നിങ്ങൾ പെട്ടുപോയിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് ധൈര്യസമേതം ഞങ്ങളോട് പറയുക, നടപടിയെടുക്കും. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തി നിങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിക്കും. ദയവ് ചെയ്തിട്ട് ഒറ്റപ്പെട്ടു പോയി എന്നോ തകർക്കപ്പെട്ടു പോയി എന്നോ ചിന്തിക്കാതെ ധൈര്യസമേതം മുൻപോട്ട് വരിക. ഓൾവേസ് വെൽക്കം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. കുത്തിത്തിരിപ്പുകൾ പലരും പറയും. നാളിതുവരെ ഇവർ പറഞ്ഞ ഒരു കാര്യം പോലും സത്യമാണെന്ന് തെളിയിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുന്നതൊക്കെ തെളിവുകൾ വെച്ചിട്ടാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ മനസ്സിലാക്കുക. ഒരു അവസാന പരിശ്രമം മാത്രമാണ് ഇത്. രക്ഷപ്പെടാനുള്ള അവസാന വഴിയാണ് ഞാൻ നിങ്ങളോട് തുറന്നു വെക്കുന്നതും പറയുന്നതും. അപ്പം ജസ്ന സലീമിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ജസ്ന സലീം എന്ന പെൺകുട്ടി ചെയ്ത തെറ്റുകൾക്ക് മൗനമായി സമ്മതം കൊടുത്ത മഹല്ല് കമ്മിറ്റിയാണ് 99% ജസ്നയുടെ ഈ പ്രശ്നത്തിന് കാരണക്കാരി. ചെറിയ വയസ്സുകളിൽ തൊട്ട് ഈ പെൺകുട്ടി ചെയ്ത തെറ്റുകളെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവർക്ക് സപ്പോർട്ടീവായി നിന്ന അവളുടെ കുടുംബം അതിനേക്കാൾ വലിയ കുറ്റക്കാരാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം അടുത്ത വ്ലോഗിൽ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടെ നിങ്ങൾ കമൻസ് ഇടണം. കമൻസ് മോർ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നന്ദി.